സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പരിപാടി ഇത് തന്നെയാണ്. ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, താഴ്ന്ന് മുകളിലോട്ട്, മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് തന്നെയല്ലേ പരിപാടി. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ക്രോം ബ്രൗസറിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ഇത് തന്നെയാണ് പരിപാടി. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇട്ടാലോ? അതായത് ഇതുപോലെ വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിങ്ങനെ ഓട്ടോമാറ്റിക് സ്ക്രോൾ ഡൗൺ, സ്ക്രോൾ അപ്പ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടാം, സ്പീഡ് കുറക്കാം, അതുപോലെ തന്നെ നെക്സ്റ്റ് പോകാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും. എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ? ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണിക്കും. ഗ്രാൻഡ് പെർമിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ വീണ്ടും ഇതുപോലെ കാണിക്കും. നെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ എഗ്രി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ ഓണിലായിരിക്കും ഉണ്ടാകുക. സെലക്ട് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ 2-3 ആപ്ലിക്കേഷനിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാനിപ്പോൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഇവിടെ ക്രോം ബ്രൗസർ തന്നെയാണ്. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തതിൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ കേട്ടോ. ഇവിടെ ഫേസ്ബുക്ക് ഞാൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ വാട്സാപ്പ് കൊടുക്കാം. ഏറ്റവും താഴെ വാട്സാപ്പ് ഉണ്ട്, വാട്സാപ്പ് കൊടുത്തു. ഓക്കെ, ഇത്രയും ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഹൗ ടു യൂസ്, നിങ്ങൾക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓരോ ഐക്കണും അത് എന്തിനുള്ളതാണ് എന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോന്നും വായിച്ച് നോക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ജനറൽ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ 2 ഓപ്ഷൻ നമുക്ക് വേണ്ട, കാരണം ഇത് കീബോർഡ് ഹൈഡ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ ബട്ടൺ അപ്പിയറൻസ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ലാസ്റ്റ് ഉള്ളത് ഇവിടെ നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഐക്കൺ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. ഞാൻ അതിനൊന്നും പോകുന്നില്ല. അതിനുശേഷം 3ാമത്തെ ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെയും ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ ഓഫായി കിടക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 3-4 ഇവിടെ ഓഫായി കിടക്കുന്നുണ്ടാകും. അതൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ സ്ക്രോളിംഗ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും 2-3 ഓപ്ഷനുകൾ ഓഫിലുണ്ടാകും. അവിടെയും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയേ വേണ്ടൂ. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഓണിലാണ്. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് 3 ആപ്ലിക്കേഷനിലാണ്. ഓക്കെ, ഞാനിപ്പോൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ ആ ഒരു ഐക്കണുകൾ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. നമ്മൾ സെറ്റ് ചെയ്തതിൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്ക്രോളായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്കിവിടെ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറഞ്ഞ സ്പീഡിൽ വരും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടാം. ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് കൂട്ടാനും കുറക്കാനും സാധിക്കും. ഓക്കെ, അവിടെ ആ നമ്പർ നിങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പേജ് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക്, ഈ ഒരു പേജിൽ നിന്ന് പോയി അടുത്ത പേജിലേക്ക് വരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് നെക്സ്റ്റ് പേജ് കാണുന്നില്ല. ജസ്റ്റ് ബാക്ക് വന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ സ്ക്രോളായി വരുന്നുണ്ട്. സ്പീഡ് ഇതേപോലെ നമുക്ക് കൂട്ടാൻ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നോരോ സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. മുകളിലോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്രോം ബ്രൗസറിലാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നും ഫേസ്ബുക്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ആ ഐക്കണുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെയും നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യാം. നമുക്ക് ഏതാണ് വായിക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഐക്കൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടാം, കുറക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തത് വാട്സാപ്പിലാണ്. ഇവിടെ നെക്സ്റ്റ് പേജ് കണ്ടോ, ഇതുപോലെ പോകും, അവിടെ സ്റ്റോപ്പ് ആകും. കണ്ടോ, നെക്സ്റ്റ് നമുക്ക് പോകണമെങ്കിൽ അങ്ങനെ ആ ഐക്കൺ പ്രസ് ചെയ്താൽ മതി.
ഇനി വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതേ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഗ്രൂപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡിനനുസരിച്ച് നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കും. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്തെടുത്ത് മാത്രമാണ് ഈ ഐക്കണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.